ഓം ശ്രീ മഹാഗണപതി നമ. ഓം ശ്രീ സരസ്വതി നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 1 7-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ദശകം 1 ശ്ലോകം 7. കഷ്ടാതേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹ ജീവഭാജാമിത്യേവം പൂർവമാലോചിതമജിത മയാ നൈവമദ്യാഭിജാനേ നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധി പൂരേരമേരൻ. ആദ്യം നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ 2 വരികളുടെ അർത്ഥം നോക്കാം. കഷ്ടാ തേ സൃഷ്ടിചേഷ്ട. കഷ്ടമാണ് തേ അങ്ങയുടെ സൃഷ്ടിചേഷ്ട സൃഷ്ടി നടത്തുക എന്ന കർമ്മം. ബഹുതര ഭവഖേദാവഹ ജീവഭാജാം. ബഹുതര പലവിധത്തിലുള്ള ഭവഖേദാവഹ ഭവം എന്നാൽ ലോകം, ഈ ഭൂമി, സംസാരസാഗരം എന്നൊക്കെ അർത്ഥം. ഖേദാവഹ ദുഃഖദുരിതങ്ങൾ. ഭവഖേദാവഹ ലോക ദുഃഖദുരിതങ്ങൾ. ജീവഭാജാം ഈ ഭൂമിയിൽ ജനിച്ചവർക്ക്, ജീവൻ ലഭിച്ചവർക്ക്. അതായത് ഭഗവാനെ അവിടുത്തെ സൃഷ്ടികർമ്മം എന്നാൽ കഷ്ടമാണ്. എന്താ? പലവിധത്തിലുള്ള ലോക ദുഃഖ ദുരിതങ്ങളാണ് ഇവിടെ ജനിച്ചവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഇത്യേവം പൂർവമാലോചിതം അജിതമയ നൈവമധ്യാഭിജാനേ. ഇത്യേവം ഇത് ഏവം ഇപ്രകാരം പൂർവമാലോചിത പൂർവം മുൻപ് ആലോചിതം ആലോചിച്ചിരുന്നു അജിത ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഭഗവാനെ മയാ എന്നാൽ നൈവമദ്യാഭിജാനേ ന ഏവം അദ്യ അഭിജാനേ. ഏവം ഇങ്ങനെ, അദ്യ ഇന്ന്, ന അഭിജാനേ അഭിജാനേ എന്നാൽ വിചാരിക്കുന്നു എന്നർത്ഥം. ന അഭിജാനേ വിചാരിക്കുന്നില്ല. അങ്ങയുടെ ഈ സൃഷ്ടികർമ്മം ഭയങ്കര കഷ്ടമാണ്. പലവിധത്തിലുള്ള ലോക ദുഃഖ ദുരിതങ്ങൾ ഇവിടെ ജനിക്കുന്നവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുവല്ലോ എന്ന് ഞാൻ മുൻപ് ആലോചിച്ചിരുന്നു ഭഗവാനെ. എന്നാൽ ഇപ്പോൾ ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. ഇനി 3-4 വരികളുടെ അർത്ഥം നോക്കാം. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധി പൂരേരമേരൻ. നോ ചേത് ഇല്ലായിരുന്നുവെങ്കിൽ, ജീവ മേൽപ്പത്തൂർ ഉൾപ്പെടെയുള്ള മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങൾ, കഥം വാ എങ്ങനെ, മധുരതരമിതം വളരെയധികം മധുരമായ ഇതം ഈ, ത്വദ്വപുശ്ചിദ്രസാർദ്രം ത്വദ്വപു അങ്ങയുടെ വപു ശരീരം, ത്വദ്വപു അങ്ങയുടെ ശരീരം, ഛിദ്രസാർദ്രം സച്ചിദാനന്ദാമൃതം, ഛിദ്രസാർദ്രം സച്ചിദാനന്ദാമൃതം കൊണ്ട് മനസ്സിനെ ആർദ്രമാക്കുന്ന ത്വദ്വപു അങ്ങയുടെ ശരീരം, നേത്രൈ ശ്രോത്രൈശ്ച പീത്വ നേത്രൈഹി കണ്ണുകൾ കൊണ്ടും, ശ്രോത്രൈഹി ചെവികൾ കൊണ്ടും, പീത്വ പാനം ചെയ്തിട്ട് കുടിച്ചിട്ട്, പരമരസസുധാംബോധി പരമരസസുധ അമൃത്, പരമരസസുധാം പരമാനന്ദരസാമൃതമാകുന്ന അംബോധി സമുദ്രം, പരമരസസുധാംബോധി പരമാനന്ദരസാമൃതമാകുന്ന സമുദ്രത്തിൽ പൂരേരമേരൻ പൂർണ്ണമായും രമിക്കുന്നവൻ എങ്ങനെയാകുമായിരുന്നു ഇവിടെ ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്നാണ് മേൽപ്പത്തൂർ ചോദിക്കുന്നത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. ഹേ അജിത, ഹേ ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്തവനായ ഭഗവാനെ, മുൻപ് ഞാൻ ആലോചിച്ചിരുന്നു അങ്ങ് ഈ സൃഷ്ടികർമ്മം നടത്തുന്നതുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ജീവികൾക്ക് എന്തൊരു കഷ്ടമാണ്.
ഈ ലോകത്തിൽ ജനിച്ചവർക്ക് പലവിധത്തിലുള്ള ദുഃഖദുരിതങ്ങളും രോഗങ്ങളും മാനസികമായ വിഷമതകളും എല്ലാം അനുഭവിക്കേണ്ടി വരുന്നുവല്ലോ. അങ്ങ് ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ട് രസിക്കുകയാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഗുരുവായൂർ നടയിലിരുന്ന് അങ്ങയുടെ ഈ മോഹന രൂപം കാണുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം ഈ ജന്മം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ അതിമധുരതരമായ സച്ചിദാനന്ദാമൃതം കൊണ്ട് മനസ്സിനെ ആർദ്രമാക്കുന്ന അങ്ങയുടെ ഈ ദേഹത്തെ കണ്ണുകൾ കൊണ്ടും ചെവികൾ കൊണ്ടും പാനം ചെയ്തിട്ട്, കണ്ണുകൾ കൊണ്ട് കാണുകയും ചെവികൾ കൊണ്ട് അവിടുത്തെ കഥകളും കീർത്തനങ്ങളും കേൾക്കുകയും ചെയ്തിട്ട് പരമാനന്ദരസാമൃതമാകുന്ന സമുദ്രത്തിൽ ആറാടി രമിക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നില്ലല്ലോ ഭഗവാനെ, ഞാനിവിടെ ജനിച്ചിരുന്നില്ലെങ്കിൽ എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയുന്നത്. കഷ്ടാതേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹ ജീവഭാജാം മിത്യേവം പൂർവമാലോചിതമജിത മയാ നൈവ മദ്യാഭിജാനേ നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാം ബോധി പൂരേ രമേരൻ. 8ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.